ഹലോ, സോ വെൽക്കം ടു ഗോവ. ഞാനിപ്പോൾ ഗോവയിലാണുള്ളത്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇതെൻ്റെ ചിലപ്പോൾ ഒറ്റയ്ക്കുള്ള സോളോ ട്രിപ്പാണെന്നുള്ളത്. പക്ഷേ ഇത് സോളോ ട്രിപ്പൊന്നും അല്ല കേട്ടോ. നമ്മുടെ വാൽക്കേറ്റ് ഫാം എല്ലാവരും ഉണ്ട്. അജയും ബോയും ആരോയും പിന്നെ നമ്മുടെ വേറെ കുറച്ച് ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് ഗോവയിലാണ്. നോർത്ത് ഗോവയിൽ ഏതാ സ്ഥലം എന്നുള്ള എനിക്കറിയില്ല. നോർത്ത് ഗോവയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ലോങ് വീക്കെൻഡ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്തു നമുക്ക് എവിടെയെങ്കിലും ഒന്നൊരു ട്രിപ്പ് പോയാലോ എന്ന്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഫസ്റ്റ് തന്നെ വന്നത് ഗോവയായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒരു 1 ഡേ പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നേരെ തന്നെ ഡ്രൈവ് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് നമ്മൾ ഗോവയിലെത്തി. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നോർത്ത് ഗോവയിലാണ്. ഞാനപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്തൊരു വാക്കിന് പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ഇവിടെ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. ഇവിടേക്ക് ഒരു കാട്, ഒരു ചെറിയൊരു മിനി കാട് പോലെയാണ് ഇവിടെ. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നടക്കണം നമുക്ക് റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് മഴയൊക്കെ നിന്നപ്പോൾ വെറുതെ ഇതിലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഫുള്ള് ചളിയും കാര്യങ്ങളൊക്കെയാണ്, വെള്ളമെല്ലാം. മഴ സ്റ്റോപ്പായപ്പോൾ തന്നെ ശരിക്കും അടിപൊളി ക്ലൈമറ്റ്. കാരണം മഴ പെയ്യുമ്പോഴാണ് കുറച്ചൊരു പ്രശ്നമുള്ളത്. പക്ഷെ മഴ നിന്നാൽ വെറുതെ ചില്ലാണ്, നല്ല തണുപ്പാണ്. പൊതുവെ ഗോവയിൽ നല്ല ചൂടാണല്ലോ. ഞാൻ മഴ പെയ്താൽ ശരിക്കും ഞാൻ പെട്ടുപോകും. കാരണം എൻ്റെ കയ്യിൽ കുടയൊന്നുമില്ല, റൂമിൻ്റെ കീ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പെടുന്നതായിരിക്കും, ഫുള്ള് നനയേണ്ട അവസ്ഥ വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. നമ്മൾ ഗോവൻ താലി ഇരുന്ന് കഴിച്ചത്. എനിക്കതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ വിശപ്പ് കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഭയങ്കര ക്രൗഡും ആയിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. രജനി എൻ്റെ അടുത്ത് ചോദിക്കുക വ്ളോഗ് ചെയ്യാണോന്ന്. ഞാൻ പറഞ്ഞ ശരിക്കും വ്ളോഗ് ചെയ്യണമെന്നുള്ളത്. ആരോ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടോ ഗോവ? ബോബക്കണ്ണന് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടോ നിനക്ക്? അപ്പം നമ്മൾ നെക്സ്റ്റ് ഇങ്ങോട്ടാ പോകുന്നേ? ഗോവനെ തൊടണോ? പക്ഷെ ഇപ്പൊ തൊടാൻ പറ്റില്ല. കാറിന്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ടെറിട്ടറി സീൻ ഉണ്ട്. റൂമിലെത്തുമ്പോ നമുക്ക് തൊടാം. അപ്പൊ നമുക്ക് പോവാം. ബോബക്കണ്ണ ശുണ്ടനും പയ്യൻ എവിടെ? ആമയുടെ ശുണ്ടനും പയ്യൻ എവിടെ? ആമയുടെ ശുണ്ടനും പയ്യൻ എവിടെ? കിസ്സന്നേ ബോബു, കിസ്സന്നേ, കിസ്സന്നേ. അയ്യോ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കൂടെ മമ്മിക്ക് ഉമ്മ വരുവാണോ? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഗോവൻ ഡ്രൈവ് ഇഷ്ടപ്പെട്ടോ? ഗോവൻ ഡ്രൈവ് ഇഷ്ടപ്പെട്ടോ? ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ താഴത്തേക്ക് ഇറങ്ങാണ്. മഴ കാരണം കുറേ അധികം വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ പറ്റാവുന്ന അത്ര ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരിക്കും അടിപൊളിയാണ്. എപ്പോഴും ഗോവയിൽ വരുമ്പം ബീച്ച് സൈഡിലാണ് കൂടുതലും പോവാറ്. ഇങ്ങനെ ഹിൽ ടോപ്പിലേക്കൊക്കെ വല്ലപ്പോഴേ വരാറുള്ളൂ. പക്ഷെ വെറുതെ ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു ഫീലാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പിള്ളേർ ഓഫ് ലീഷ് ഇടണം എന്നുണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം നമുക്ക് ഓഫ് ലീഷ് ഇടാൻ പറ്റില്ല. കാരണം ഇവിടെ വേറെ ഡോഗ്സോ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ശരിക്കും നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. ഗോവയിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വാഗറ്റോറി ഹിൽ ടോപ്പിൽ എന്തായാലും വരണം. അപ്പോൾ
അപ്പോൾ എന്തായാലും നമ്മൾ താഴത്തേക്ക് പോകും. നമ്മുടെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യാൻ, അവർ ബീച്ച് സൈഡ് പോയിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. ഇതേ നമ്മളിവിടെ താഴെ രജനീനെ പിക്ക് ചെയ്യാൻ വന്ന. എന്താടാ കുട്ടാ നീ ഇവിടെ ഒറ്റയ്ക്കായി പോയത്? ഞാൻ എന്റെ ഭർത്താവിന്റെ ഷൂസ് എടുക്കാൻ വന്നതാണ്. മഴ പെയ്തു. നീ ചെയ്ത തെറ്റ്. നീ നിന്റെ വണ്ടീന്റെ അടുത്തേക്ക് ആരും വരരുതെന്ന് പറയണം. താങ്ക് യു ഭയ്യ. താങ്ക് യു. നമ്മൾ പിള്ളേരെ വണ്ടിയിനകത്താക്കിയിട്ട് നമ്മളിവിടെ ബീച്ചിലേക്ക് നടന്നു പോവാണ്. അപ്പോൾ അജയ് ജസ്റ്റ് സെക്യൂരിറ്റീൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു വണ്ടീൻ്റെ അടുത്തേക്ക് ആരും വരരുത് എന്നുള്ളത്. ബോയ്ക്ക് ആരേക്കും നല്ല സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അവിടെ ബീച്ചിൻ്റെ അവിടെ ഫുള്ള് സ്ട്രേ ഡോഗ്സ് ആണ്. പക്ഷേ മിക്കവാറും ഞാൻ തലയും കുത്തി വീഴും. എനിക്ക് അത്ര റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് അജയിനെ കയറ്റിയിടാൻ വെച്ചു. നല്ല ഷാർപ്പായിട്ടുള്ള പാറക്കെട്ടുകളാണ്. മിക്കവാറും തലയും കുത്തി വീഴാൻ ചാൻസ് ഉണ്ട്. ഞാനന്ന് വയനാട്ടിൽ നിന്ന് വീണതോടുകൂടി എനിക്ക് ഇതുപോലെയുള്ള വീഡിയോ എടുക്കുമ്പോഴുള്ള അഡ്വഞ്ചർ പരിപാടികൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം അന്ന് വീണ് കൈ പൊട്ടിയതോടുകൂടി എനിക്ക് കുറച്ച് പേടി വന്നുപോയി. അജയുടെ ഹെൽപ്പോട് കൂടി ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോകണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താ അവിടെ ഒരാൾ വീണോ പുള്ളിക്കിനെ ഹെൽപ്പ് ചെയ്യണോ? ഞാൻ നേരത്തെ പറഞ്ഞു വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. തെന്നി വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോഴേ അവിടെ ഒരു കപ്പിള് ഇങ്ങോട്ട് കയറുന്നതിൻ്റെ ഇടയിൽ വീണു. ഞാനിത് ഇവിടെ കുറച്ചേ എത്തിയിട്ടുള്ളൂ. കുറച്ചുകൂടി അറ്റത്തേക്ക് പോകണമെന്നുണ്ട്. പക്ഷെ കുറച്ച് കഷ്ടപ്പാടാണ് അങ്ങോട്ടേക്ക് പോവാൻ. എന്താ പറ്റിയത് പുള്ളിക്ക്? തലയൊന്നും അടിച്ചില്ല അല്ലേ? അവര് പോവാണോ തിരിച്ച്? ക്ലൗഡ്സ് കാരണം നമുക്ക് സൺസെറ്റ് കിട്ടാൻ പറ്റില്ല.